വീട്, അത് ലഭിച്ച മഹാഭാഗ്യവാന്മാരായ സ്വഹാബിമാരടക്കമുള്ള ചില ആളുകളെ കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശദമായി സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ മുൻഗാമികൾ നേടിയെടുക്കാനുണ്ടായ കാരണം അവരുടെ ചില പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളുമൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ആത്മാർത്ഥമായ ആഗ്രഹവും പ്രാർത്ഥനയും ഉള്ളതോടൊപ്പം ഈ ദുനിയാവിൽ അള്ളാഹ്ക്ക് വേണ്ടി ആരെങ്കിലും ഒരു പള്ളി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അവർക്ക് സ്വർഗത്തിൽ അള്ളാഹു ഒരു വീടുണ്ടാക്കി കൊടുക്കുമെന്ന ഹദീസും നമ്മൾ ഓർമ്മപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഫർള് നമസ്കാരത്തിന്റെ കൂടെയുള്ള റവാത്തിബ് നമസ്കാരങ്ങൾ, ഫർള് നമസ്കാരത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള 12 റക്അത്ത് റവാത്തിബ് നമസ്കാരങ്ങൾ നിർവഹിച്ചാൽ അവർക്ക് ലഭിക്കുന്ന ഒരു പ്രതിഫലമായി സ്വർഗത്തിലെ വീടിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതും നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് നമ്മൾ ഹദീസുകൾ പരിശോധിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനിലും ഹദീസിലുമൊക്കെയായി വേറെയും ഒട്ടേറെ കാര്യങ്ങൾ സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കുന്നതുമായി പരിചയപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പക്ഷേ എല്ലാത്തിൻ്റെയും തുടക്കം എന്നുള്ളത് വിശ്വാസമാണ്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കലാണ്. ഈ 2 കാര്യങ്ങൾ ഒരാൾ തൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കുമ്പോഴാണ് അയാൾക്ക് സ്വർഗത്തിൽ ചില ഗുറഫുകൾ, ചില പ്രത്യേകമായ മുറികളുണ്ട്, ചില പ്രത്യേകമായ വീടുകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ 29-ാം അധ്യായം 58-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുകയാണ്, ആർക്കാണ് സ്വർഗത്തിലുള്ള ചില വീടുകൾ, ആ വീടുകളുടെ പ്രത്യേകതയാകട്ടെ അതിൻ്റെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്നുണ്ട്. ആ വീട്ടിൽ എല്ലാ കാലഘട്ടത്തിലും അവർക്ക് താമസിക്കാനും പറ്റും, ഒരിക്കലും അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്ന അവസ്ഥയില്ലാത്ത അങ്ങനെയുള്ള സൗഭാഗ്യത്തിന്റെ വീടുകൾ ലഭിക്കുന്നവരാരാണ്? അള്ളാഹു പറയാണ്, വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, വല്ലദീന ആമനു വിശ്വസിക്കുകയും വഅമിലുസ് സ്വാലിഹാത്ത് സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തവർ, ലനുബവ്വിഅന്നഹും മിനൽ ജന്നതി ഗുറഫ, അവർക്ക് സ്വർഗത്തിലുള്ള ഗുറഫുകൾ, ചില മുറികൾ അല്ലെങ്കിൽ ചില വീടുകളൊക്കെ അവർക്ക് തയ്യാറാക്കപ്പെട്ടി കൊടുക്കുന്നതാണ്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്നുണ്ടായിരിക്കും. ഖാലിദീന ഫീഹാ, അവർ അതിൽ ശാശ്വതരാണ്. നിഅമ അജ്റുൽ ആമിലീൻ, പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രതിഫലം എത്ര വിശിഷ്ടമാണ്. ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിലൊരു വീടുണ്ട് എന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ ആ വീടിന്റെ പ്രത്യേകത താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്നതായിരിക്കും. എന്താണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഖുർആൻ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സ്വർഗത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അവിടെ താഴ്ഭാഗത്തുകൂടി തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്നുണ്ടായിരിക്കും. ഈ ഒരു പ്രയോഗം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ടൂറ് പോകുകയും ആ ടൂറ് പോയ സ്ഥലത്ത് ഏതെങ്കിലും ഒരു റിസോർട്ട് എടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ കടൽക്കരയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നതോ അതല്ലെങ്കിൽ തൊട്ടടുത്ത് കുളങ്ങളുള്ളതോ പൂളുകളുള്ളതോ ഒക്കെയാണെങ്കിൽ അവിടെ കൂടുതൽ പണം ചോദിക്കും. അവര് പറയും കുറച്ചുകൂടി സൗന്ദര്യമുള്ള സ്ഥലമാണത്, എല്ലാവരും ആകർഷണീയമായി നോക്കുന്ന ഒരു സ്ഥലമാണ്, അതുകൊണ്ട് അവിടെ പണം കൂടുതൽ വേണം. നമ്മുടെ ഭൗതികമായ ലോകത്തുള്ള അവസ്ഥ ഇതാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൽ ലഭിക്കുന്ന, ആ സ്വർഗത്തിൽ വീട് ലഭിക്കുന്ന, അവിടെ മുറികൾ ലഭിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത് ഏറ്റവും പ്രധാനം അവർക്ക് വിശ്വാസം ഉണ്ടാകുക, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വിശ്വാസികളാണ്. നമുക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൽ ഉന്നതമായ വീട് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാൽ അതോടൊപ്പം നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുകയും വേണം. ചില പരീക്ഷണങ്ങളൊക്കെ വരുന്ന സമയത്ത് അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന, അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിയില്ലാത്ത അവസ്ഥ അത് നമ്മളിലുണ്ടോ എന്ന് സ്വയം പരിശോധിക്കാൻ നമ്മൾ റെഡിയാവണം. രണ്ടാമത്തെ ഒരു കാര്യം, ഒരാൾക്ക് സ്വർഗത്തിൽ വീടുണ്ട് എന്ന് മാത്രമല്ല, ആ വീടുകളുടെ
പ്രത്യേകത നക്ഷത്രങ്ങളെപ്പോലെ അതിങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും എന്ന് മാത്രമല്ല, അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് തോന്നും. അത് ഉയർന്ന ഭാഗത്തുള്ള വീടാണ് എന്ന് മാത്രമല്ല, ആ വീടിന്റെ പ്രത്യേകത പറയാണ്. ആ വീടിന്റെ പ്രത്യേകത അതിങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും, അതുപോലെ തന്നെ അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള സൗഭാഗ്യം ലഭിക്കുന്ന വലിയ വലിയ ഉന്നതമായ സൗദങ്ങൾ ലഭിക്കുന്ന ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന അഹ്ലൽ ജന്നതി യതറായഊന അഹ്ലൽ ഗുറഫ് മിൻ ഫൗഖിഹിം കമാ യതറായഊനൽ കൗകബ ദുർരിയൽ ഗാബിർ ഫിൽ ഉഫ്ഖ് മിനൽ മശ്രിഖി ഔൽ മഗ്രിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗ്ഗത്തിൽ ചില ഗുറഫുകളുണ്ട്, ചില മുറികളുണ്ട്, ചില റൂമുകളുണ്ട്. അതിലേക്ക് ഇങ്ങനെ ആളുകളെ നോക്കുകയാണെങ്കിൽ അതിങ്ങനെ സഞ്ചരിക്കുന്നതായിട്ട് ഇങ്ങനെ കാണാൻ കഴിയും, അതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് അവർക്കിങ്ങനെ കാണാൻ കഴിയും. അങ്ങനെയുള്ള ഏറ്റവും ഉന്നതമായ സ്വർഗങ്ങളുണ്ട്, അല്ലെങ്കിൽ വീടുകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് തിൽക മനാസിലുൽ അംബിയ, അത് അംബിയാക്കന്മാർക്കുള്ളതാണോ? അത്രയും ഉന്നതമായ ചലിച്ചുകൊണ്ടിരിക്കുന്ന വീടുകൾ അത് അമ്പിയാക്കന്മാർക്കുള്ളതാണോ? അവരാണോ അത് നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാർ? അതല്ല മറ്റുള്ളവർക്ക് വല്ലതുമുണ്ടോ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബലാ, ഉണ്ട്. വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. റിജാലുൻ, ചില ആളുകൾക്കാണത്. ആമനൂ ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിച്ച ആളുകൾ. വസദ്ദഖുൽ മുർസലീൻ, പ്രവാചകന്മാരെ സത്യപ്പെടുത്തിയവർ. അല്ലാഹുവിൽ വിശ്വസിക്കുകയും വേണം, പ്രവാചകന്മാരെ സത്യപ്പെടുത്തുകയും വേണം. ഇത് ആർക്കാണോ ഉള്ളത്? ഈ ഒരു ക്വാളിറ്റി ആർക്കാണോ ഉള്ളത്? അവർക്കുള്ളതാണ് ആ ചലിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ സൗധങ്ങളുള്ളത്. അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരെ സത്യപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണല്ലോ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞാലും അത് സമിഅനാ വ അത്അനാ എന്ന് പറയുന്നതോടൊപ്പം വസദ്ദഖനാ, ഞങ്ങൾ ഇതാ സത്യപ്പെടുത്തിയിരിക്കുന്നു. ഒരിക്കലും യാതൊരു സംശയവുമില്ലാതെ അത് സ്വീകരിക്കാൻ നമുക്ക് റെഡിയാവണം. അവിടെയാണ് നമ്മുടെ മുൻഗാമികളിൽ ചില മാതൃകകളുണ്ട് നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാത്ത, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ പറയുമ്പോൾ അവരവിടെ ഇല്ല, എന്നിട്ട് പോലും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തിയ, സാക്ഷ്യപ്പെടുത്തിയ ചില രംഗങ്ങളുണ്ട്. ഒരിക്കൽ ഹദീസിൽ കാണുവാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുതിര ഒരാളോട് പറഞ്ഞു വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കുതിര വാങ്ങണമെന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവാ ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് പറഞ്ഞു വെച്ചു, ഞാൻ ആ കുതിര വാങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും പറഞ്ഞുറപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണമെടുക്കാൻ വേണ്ടിയിട്ട് പോയി. തിരിച്ചു വന്നപ്പോഴേക്ക് ഇയാൾ അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, ഒരാൾക്കും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം. പക്ഷേ അയാൾക്ക് കുറച്ചുകൂടി ലാഭം കിട്ടുമെന്നോ മറ്റോ തോന്നിയപ്പോ അയാൾ അത് കുറച്ച് കൂടുതൽ വിലക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞുറപ്പിച്ച കാര്യം അയാൾ മാറ്റിക്കൊടുക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിക്കാണ്, ഞാൻ നിങ്ങളോട് വാക്ക് പറഞ്ഞതല്ലേ? ഞാൻ നിങ്ങളോട് വാക്ക് പറഞ്ഞതായിരുന്നല്ലോ. ആ സമയത്ത് അയാൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ സാക്ഷ്യം നിന്നിട്ടുമില്ല. ഇയാൾ വേഗം വാക്ക് മാറി. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിക്കാണ്, ആരാണ് എന്നെ സാക്ഷ്യപ്പെടുത്താനുള്ളത്? എന്നെ സത്യപ്പെടുത്താൻ ആരാണുള്ളത്? ആ സമയത്ത് ഹുസൈബ റളിയല്ലാഹു അൻഹു, ഹുസൈമത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, ഞാനുണ്ട്. നിങ്ങൾ അയാളോട് വാക്ക് പറഞ്ഞു എന്നതിന് ഞാൻ സാക്ഷിയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് ചോദിക്കാണ്, ഈ സ്വഹാബിനോട്, ഹുസൈമത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, മാ ഹമലക അല ഷഹാദ വലം തകുൻ മഅഹു, അല്ല, നിങ്ങൾ എങ്ങനെയാണ് സാക്ഷ്യം നിൽക്കുക? നിങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കുതിര തരാ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുക്കൽ നിങ്ങൾ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും പറയുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഇല്ല, പിന്നെ നിങ്ങൾ എങ്ങനെ സാക്ഷ്യം നിൽക്കും? ആ സമയത്ത് ഹുസൈമത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ അടിവരയിടേണ്ട ഒരു വാക്കുണ്ട്. ഹുസൈമ റളിയല്ലാഹു അൻഹു പറയാണ്, സദഖ്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്.
അഥവാ നിങ്ങൾ രണ്ടുപേരും കരാറ് പറയുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷേ വലാകിൻ സദ്ദഖ്തുക ബിമാ ഖുൽത വഅറഫ്തു അന്നക ലാ തഖൂലു ഇല്ലാ ഹഖ്ഖ. ഞാൻ ഉറപ്പിച്ച ഒരു കാര്യമുണ്ട്, ഞാൻ സത്യപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഒരിക്കലും കളവ് പറയൂല, നിങ്ങൾ സത്യമല്ലാതെ പറയൂല. നിങ്ങളുടെ നാവിൽ നിന്ന് എന്ത് വന്നാലും അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്, അത് സത്യപ്പെടുത്തുന്ന ആളാണ് ഞാൻ. അങ്ങനെയുള്ള നിങ്ങൾ അള്ളാന്റെ അടുക്കൽ നിന്ന് വഹി വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ ഒരിക്കലും കളവ് പറയൂല എന്ന സാക്ഷ്യം മതി എനിക്ക്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹുസൈമത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തീർച്ചയായും നിങ്ങളുടെ സാക്ഷ്യം മതിയായതാണ്. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ഏതൊരു കാര്യത്തിലും രണ്ട് സാക്ഷി വേണമെന്നുണ്ട്. പക്ഷേ ഈ ഹുസൈമത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരൊറ്റ നിലപാട് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, രണ്ടു പേർക്കുള്ള സാക്ഷ്യം ഹുസൈമയുടെ ഒരൊറ്റ സാക്ഷ്യത്തിന് പകരമാകുന്നു. ചരിത്രത്തിൽ അങ്ങനെ ഒറ്റ ആളെ പറഞ്ഞിട്ടുള്ളൂ, അത് ഈ ഹുസൈമത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അവിടെ ഇല്ലാഞ്ഞിട്ട് കൂടി അദ്ദേഹം പറയാണ്, ഞാൻ സത്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേർക്കുനേരെ കണ്ടിട്ടില്ല. വിശുദ്ധ ഖുർആൻ ആകാശത്ത് നിന്ന് ഇറങ്ങുന്നതോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിബ്രീൽ വന്നതോ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ആമന്ന, നമ്മൾ വിശ്വസിക്കുന്നു എങ്കിൽ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട് എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒരു ശങ്ക, ഒരു സംശയം അത് വിശ്വാസിക്കുണ്ടാവില്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ പൂർണ്ണമായി അത് സ്വീകരിക്കുന്നവരാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിൽ വിശ്വസിക്കുകയും പ്രവാചകന്മാരെ സത്യപ്പെടുത്തുകയും ചെയ്യുക എന്ന ആ വലിയ ഒരു ദൗത്യം ഏറ്റെടുത്തവരാരാണോ അവർക്കാണ് ആകാശത്തുകൂടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന സൗദങ്ങളുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ കാര്യമാണ് ളുഹാ നമസ്കരിക്കുക എന്നുള്ളത്. ഒരു പക്ഷേ പല ആളുകൾക്കും എന്താണ് ആ നിസ്കാരം എന്നുവരെ അറിയാത്തവരുണ്ടാകും, എത്രയാണ് നിസ്കരിക്കേണ്ടത് എന്നറിയാത്തവരുണ്ടാകും, എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് എന്നറിയാത്തവരുണ്ടാകും. എന്നാൽ കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ സ്വല്ല ദുഹ അർബഅ, ആരെങ്കിലും ളുഹാ നമസ്കാരം 4 റക്അത്ത് നമസ്കരിച്ചാൽ, വഖബ്ലൽ ഊല അർബഅൻ, അഥവാ അതുപോലെ തന്നെ ളുഹറിന് മുമ്പുള്ള 4 റക്അത്തും ഒരാൾ നിസ്കരിച്ചാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരു വീട് അയാൾക്ക് കൊടുക്കും. 2 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞത്. ഒന്ന്, ളുഹാ നമസ്കാരം 4 റക്അത്ത് ഒരാൾ നിസ്കരിക്കുക. രണ്ടാമത്തത്, ളുഹർ നമസ്കാരത്തിന്റെ മുമ്പുള്ള 4 റക്അത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചിരുന്നു, റവാത്തിബ് നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതുപോലെ തന്നെ അതേപോലെ അതിലേക്ക് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടിയാണിത്. എന്നാൽ എന്താണ് പ്രിയപ്പെട്ടവരെ ഈ നമസ്കാരത്തിന്റെ പ്രാധാന്യം? ഒരു പക്ഷേ നമ്മളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ളുഹ, അതിന്റെ സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ, സൂര്യൻ ഉദിച്ചതിന് ശേഷം, സൂര്യൻ ഇങ്ങനെ ഉദിച്ചതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞാൽ ളുഹറിന്റെ സമയമാകുന്നതിന്റെ 20 മിനിറ്റ് മുമ്പ് വരെയുള്ള സമയം, അത്രയും സമയമുണ്ട്. നമ്മൾ ഉദയം എന്നൊക്കെ ഇങ്ങനെ പറയും. ആ ഉദയം കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ തുടങ്ങണം. അത് കഴിഞ്ഞിട്ട് ളുഹർ നമസ്കാരത്തിന്റെ മുമ്പ്, ളുഹർ ബാങ്കിന്റെ ഒരു 20 മിനിറ്റ് മുമ്പ് വരെയുള്ള സമയമുണ്ട്. അത് 11 മണിക്ക് നമസ്കരിക്കാം, 11:30 നമസ്കരിക്കാം, 10 മണിക്ക് നമസ്കരിക്കാം, 9 മണിക്ക് നമസ്കരിക്കാം, ഒന്നും കുഴപ്പമില്ല. ഈ ഒരു നമസ്കാരത്തിന്റെ പ്രാധാന്യം കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകരെ എനിക്കൊരു ഉപദേശം തരാമോ എന്ന് ചോദിച്ചവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം സഹാബത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഞാൻ നിന്നെ ചില കാര്യങ്ങൾ ഉപദേശിക്ക എന്ന് പറഞ്ഞതിലൊക്കെ അത് കാണാൻ കഴിയും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഔസാനി ഖലീലി, എന്റെ ഖലീലായ പ്രവാചകൻ എന്നെ ഉപദേശിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശങ്ങൾ ഇങ്ങനെ എണ്ണിയ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞെന്താ അറിയോ? ദുഹാ നമസ്കാരം ഒഴിവാക്കരുത്, ദുഹാ നമസ്കാരം നിർവഹിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് മാത്രമല്ല, അബൂ ദർൽ ഗഫാരി റളിയല്ലാഹു അൻഹു പറയാണ്, ഔസാനി ഹബീബി, എന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വസിയ്യത്ത് നൽകുകയുണ്ടായി, ബിസലാത്തിൻ, 3 കാര്യങ്ങളെ കുറിച്ച്. അതിലൊന്നെന്താണെന്നറിയോ? ളുഹ നമസ്കരിക്കണം, ളുഹ ഒഴിവാക്കരുത് എന്നുള്ളതാണ്.
ഇനി ഒന്നുകൂടി കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മനുഷ്യന്റെ ശരീരത്തിൽ 360 സന്ധികളുണ്ട്. ഈ 360 സന്ധികൾ കൊണ്ടും ഒരാൾക്ക് ആരാധന ചെയ്യണമെന്നുണ്ടോ? 360 സന്ധികൾ കൊണ്ടും ഒരാൾക്ക് ആരാധന ചെയ്യണമെന്നുണ്ടോ? എങ്കിൽ അയാൾ ദുഹാ നമസ്കരിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, യുസ്ബിഹു അലാ കുല്ലി സുലാമ മിൻ അഹദിക്കും സദഖ. പ്രഭാതമായി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സന്ധികൾക്കും സദഖയുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് സദഖകൾ നിർവഹിക്കാം. ഫകുല്ലു തസ്ബീഹത്തിൻ സദഖ, എല്ലാ സുബ്ഹാനല്ലാഹും സദഖയാണ്. വകുല്ലു തഹ്മീദത്തിൻ സദഖ, എല്ലാ അൽഹംദുലില്ലാഹും സദഖയാണ്. വകുല്ലു തഹ്ലീലത്തിൻ സദഖ, എല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹും സദഖയാണ്. വകുല്ലു തക്ബീറത്തിൻ സദഖ, എല്ലാ അല്ലാഹു അക്ബറും സദഖയാണ്. വഅംറു ബിൽ മഅറൂഫി സദഖ, നന്മ കൽപ്പിക്കുക എന്നുള്ളത് സദഖയാണ്. വനഹ്യുൻ അനിൽ മുൻകരി സദഖ, തിന്മ വിരോധിക്കുക എന്നുള്ളതും സദഖയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വയുജ്സിഉ മിൻ ദാലിക്, ഇതിനെല്ലാത്തിനും പകരം ഈ പറയപ്പെട്ട ദിക്റുകളും നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും 360 സന്ധികൾ കൊണ്ടുള്ള എല്ലാത്തിനും പകരമാണ് റക്അത്താൻ, 2 റക്അത്ത് നമസ്കാരം. യർകഉഹുമാ മിനൽ ദുഹാ, ദുഹയുടെ സമയത്തുള്ള 2 റക്അത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ഒഴിവാക്കാത്ത നമസ്കാരമാണ് ദുഹാ നമസ്കാരം. ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് പരിശോധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ഒഴിവാക്കാത്ത ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിച്ചിട്ടുണ്ട്? ഒരിക്കലെങ്കിലും? ഇന്നുവരെ ദുഹയുടെ പുണ്യമോ അതിൻ്റെ പ്രാധാന്യമോ എന്താ അതിൽ വേണ്ടത്? വെറും 2 റക്അത്ത്, ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2, 4, 6, 8 നമസ്കരിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ ഇത് എത്ര എന്നുള്ള വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. 8 വരെ, 2 മുതൽ 8 വരെ എന്ന് പറഞ്ഞ ഹദീസുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി ചെയ്തു, കണക്ക് നോക്കാതെ ചെയ്തു എന്ന് പറഞ്ഞത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ അതിൽ കൂടുതലും ഒരാൾക്ക് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞവരുമുണ്ട്. പക്ഷെ മിനിമം ഒരു 2, 4 ഒക്കെ ആയിട്ട് നമ്മളത് നിർവഹിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണ് നമ്മൾ ജീവിക്കണതെങ്കിൽ നബി നമ്മളെ ചേർത്ത് നിർത്തിയിട്ട് പറയുന്ന ഒരു കാര്യം, ദുഹ ഒഴിവാക്കരുത് എന്നാ. അതാണ് ഈ സ്വഹാബിമാര് പറഞ്ഞത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വെറും 4 കൊല്ലാണ് പ്രവാചകന്റെ കൂടെ നിന്നിട്ടുള്ളത്. അദ്ദേഹത്തിനെ ചേർത്ത് നിർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ദുഹ ഒഴിവാക്കരുത്, ദുഹ നമസ്കരിക്കണം. അബൂദർ റളിയല്ലാഹു അൻഹു മറ്റൊരു നാട്ടുകാരനാണ്. നബിന്റെ അടുക്കലേക്ക് കുറഞ്ഞ കാലങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. ആ വന്ന സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ ദുഹ നമസ്കരിക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് തീരുമാനിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സുബഹി കഴിഞ്ഞാൽ ഒരു പക്ഷെ നേരെ പോയി കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ടാകും. കുറച്ച് സമയം പള്ളിയിലിരുന്നാൽ, എല്ലാ ദിവസവും ഇരിക്കണം എന്നല്ല, കുറച്ച് സമയം പള്ളിയിലിരുന്ന് ആ ഉദയം വരെ ദിക്റുകളും ദുആകളും ഒക്കെയായി മുന്നോട്ട് പോയി ഉദയം കഴിഞ്ഞതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു 2 റക്അത്ത് നമസ്കരിച്ചാൽ അതിന് കിട്ടുന്ന വലിയൊരു പ്രതിഫലം. അത് നഷ്ടപ്പെടുത്തരുത് പ്രിയപ്പെട്ടവരെ. ഇന്നുവരെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സഹോദരനോടാണ്, സഹോദരിയോടാണ് പറയാനുള്ളത്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ഒഴിവാക്കാത്ത, എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ള ഒരു കർമ്മത്തെ ഇന്ന് വരെ നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാണ് ഞാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമിയാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പുണ്യം നമ്മൾ നേടിയെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. 4ാമത്തെ കാര്യം, അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. ഒരു പ്രാർത്ഥനയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചില ചർച്ചകളുണ്ട്. എങ്കിലും ഓർമ്മപ്പെടുത്തട്ടെ, ആ ഒരു ഹദീസിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മൻ ഖാല ഫിസ്സൂഖ്, ആരെങ്കിലും അങ്ങാടിയിൽ പ്രവേശിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വളരെ ചെറിയ ഒരു പ്രാർത്ഥന, നമുക്കെല്ലാവർക്കും പരിചയമുള്ള പദങ്ങളാണ് അതിലുള്ളത്. ഒരു പക്ഷേ യുഹ്യി വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിൽ ഖൈർ എന്ന ഒരു പദം മാത്രം, അല്ലെങ്കിൽ ഒരൊറ്റ വരി മാത്രമായിരിക്കും നമുക്ക് പരിചയമില്ലാത്തത്. ബാക്കിയെല്ലാം നമുക്ക് പരിചയമുള്ളതാ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ്, ഇത്രയും നമുക്കറിയും, എത്രയോ തവണ നമ്മൾ ചൊല്ലുന്നതാണ്. എങ്കിൽ അതിന്റെ കൂടെ ചേർത്ത് പറയേണ്ട കാര്യമാണ് യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ.
അത്രയും ഒരു പ്രാർത്ഥന. അങ്ങാടി പ്രവേശിക്കുന്ന സമയത്ത്, അങ്ങാടിയിലേക്ക് കയറുമ്പോൾ ഒരാൾ പ്രാർത്ഥിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, കതബല്ലാഹു ലഹു അൽഫ ഹസന. അള്ളാഹു അയാൾക്ക് 10 ലക്ഷം നന്മകൾ രേഖപ്പെടുത്തും. 10 ലക്ഷം നന്മകൾ. വമഹാ അൻഹു അൽഫ സയ്യിഅ. അവന്റെ 10 ലക്ഷം പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കൊടുക്കും. ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അയാൾക്ക് സ്വർഗത്തിലൊരു വീടും കൊടുക്കും. ആകെ ഒരൊറ്റ പ്രാർത്ഥന. ഒരു പക്ഷേ നമ്മളൊന്ന് കുറച്ച് സമയമൊന്ന് ഇരുന്നിട്ട് പഠിച്ചാൽ മനപ്പാടമാക്കാൻ കഴിയുന്നത്. ഇനി മനപ്പാടം അറിയില്ലേ, ഒരു പേപ്പറിൽ എഴുതി നമ്മുടെ പേഴ്സിൽ വെക്കുക. എപ്പോഴൊക്കെ അങ്ങാടിയിലേക്ക് പോകുന്നുണ്ടോ ആ സമയത്ത് നമ്മൾ ഈ ഒരു പ്രാർത്ഥന നിർവഹിക്കുന്നുവെങ്കിൽ കതബല്ലാഹു ലഹു അൽഫ ഹസന വമഹാ അൻഹു അൽഫ സയ്യിഅ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. 10 ലക്ഷം നന്മകൾ ഒരു ചെറിയ ഒരു വാക്ക് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഒരു പ്രാർത്ഥന നമ്മൾ മനസ്സിലാക്കണം, അത് പഠിക്കണം, നമ്മൾ നിർവഹിക്കുകയും വേണം. അതുപോലെ തന്നെ 5-ാമത്തെ കാര്യം, സ്വർഗത്തിൽ വീട് ലഭിക്കുന്ന ഒരു പ്രവർത്തനമാണ് രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത്. രോഗിയെ സന്ദർശിക്കുക. പലപ്പോഴും നമ്മൾ രോഗിയെ സന്ദർശിക്കാറുള്ളത് അയാളുടെ വലിപ്പം നോക്കിയിട്ടോ അയാൾ നമുക്ക് ചെയ്തു തരുന്ന സൗകര്യങ്ങൾ നോക്കിയിട്ടോ ആയിരിക്കും. എന്നാൽ അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ആദർ റജുലു അഖാഹു ഔ സാറഹു. ഒരാൾ തന്റെ സഹോദരൻ രോഗിയായിരിക്കെ ആ രോഗിയെ സന്ദർശിച്ചു, അതല്ലെങ്കിൽ വെറുതെ ഒരു സന്ദർശനം, തന്റെ സുഹൃത്താണ്, തന്റെ സഹോദരനാണ്, ആദർശ ബന്ധുവാണ് എങ്കിൽ അവനെ ഒന്ന് സന്ദർശിച്ചാൽ ഖാലല്ലാഹു ലഹു, അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, തിബ്ത വതാബ മംശാക് വതവവഅത മൻസിലൻ ഫിൽ ജന്ന. നീ നിന്റെ നടത്തം നന്നാക്കി, നീ നല്ലത് ചെയ്തു, നിന്റെ നടത്തം നീ നന്നാക്കി, നിനക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നല്ല ഒരു വീട് തയ്യാറാക്കുകയും ചെയ്യപ്പെട്ടു. എന്താ വേണ്ടത്? രോഗിയെ സന്ദർശിച്ചാൽ മതി. അത് കുടുംബക്കാരൻ തന്നെയാവണമെന്നില്ല, അയൽവാസികൾ തന്നെയാവണമെന്നില്ല, കൂട്ടുകാരൻ തന്നെയാവണമെന്നില്ല. നമുക്ക് പരിചയമുള്ള ഒരാളാണ്, രോഗിയാണെന്നറിഞ്ഞു എങ്കിൽ ആ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോവുക. ആ പോക്കിന്റെ പ്രതിഫലമാണ് ഈ പറഞ്ഞത്. ഇനി അവിടെ നിന്നാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, ഒരാൾ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ ആ സന്ദർശിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വൈകുന്നേരമാണ് പോകുന്നതെങ്കിൽ രാവിലെ വരെ, അഥവാ എല്ലാ സമയത്തും മലക്കുകളുടെ പ്രാർത്ഥന അയാൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന. എന്താ വേണ്ടത്? നമ്മുടെ പരിചയത്തിലുള്ള ഒരാൾ, നമുക്കറിയുന്ന ഒരാൾ, അയാൾ രോഗിയാണ്, പനിയാണ്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു അസുഖമാണ് എന്നറിഞ്ഞു എങ്കിൽ അയാളുടെ സമാധാനിപ്പിക്കാൻ വേണ്ടി പോകുക, അയാളുടെ അടുത്ത് പോയിട്ടൊന്ന് പ്രാർത്ഥിക്കുക, അയാളെ സമാധാനിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ബഅസ് തഹൂറു ഇൻഷാഅല്ലാഹ്. പ്രയാസപ്പെടുത്തുന്ന വാക്കൊന്നും പറഞ്ഞില്ല, അതൊന്നും കുഴപ്പമില്ല, അല്ലാഹ് അതൊക്കെ മാറ്റിത്തരും. ഈ തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിച്ചുകൊണ്ടുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളായി പറയുന്നത്. സ്വർഗത്തിലൊരു വീടും അതുപോലെ തന്നെ ഒരുപാട് മലക്കുകളുടെ പ്രാർത്ഥനയുമൊക്കെ പ്രിയപ്പെട്ടവരെ നമുക്ക് നേടിയെടുക്കാൻ ഇതിലൂടെ കഴിയും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഹദീസിൽ 3 കാര്യങ്ങൾക്ക് ജാമ്യം നിന്നിട്ടുണ്ട്. സ്വർഗമുണ്ട് എന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ ചുറ്റും അല്ലെങ്കിൽ സ്വർഗത്തിന്റെ താഴ്വരയിൽ വീട് ലഭിക്കുന്നവർ, സ്വർഗത്തിന്റെ മധ്യത്തിൽ വീട് ലഭിക്കുന്നവർ, സ്വർഗത്തിന്റെ ഉന്നതമായ ഭാഗത്ത് വീട് ലഭിക്കുന്നവർ, 3 പ്രവർത്തനങ്ങളാ പറഞ്ഞു. അതിൽ ഒന്നാമത്തത് തർക്കം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അനാവശ്യമായ തർക്കങ്ങൾ ഉപേക്ഷിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖ. തീർച്ചയായും ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജാമ്യം നിൽക്കാം, അയാൾക്ക് സ്വർഗ്ഗമുണ്ട് എന്ന വിഷയത്തിൽ ഞാൻ ജാമ്യം നിൽക്കും. എന്താ വേണ്ടത്? അയാൾ അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കാം. വ ഇൻ കാന മുഹിഖ, അവൻ പറയുന്നത് സത്യമാണെങ്കിലും ശരി, അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കാം. പലപ്പോഴും ചില ആളുകൾ കൂടിയിരിക്കുന്നത് തന്നെ തർക്കിക്കാൻ വേണ്ടിയിട്ടാണ്. രാഷ്ട്രീയ പാർട്ടിക്കാർ തമ്മിലുള്ള തർക്കങ്ങളായി, അതല്ലെങ്കിൽ ഏതെങ്കിലും ഫാൻസിന്റെ ആളുകളായി, ഏതെങ്കിലും രാജ്യത്തിന്റെ പേരിലായി, എന്തെല്ലാം തർക്കങ്ങൾ. അതിനിടയിലൊക്കെ തന്നെ മതത്തിന്റെ പേരും വലിച്ചുകൊണ്ട് വേറെ ചില ആളുകൾ കടന്നു വരും. അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കണം പ്രിയപ്പെട്ടവർ. ആവശ്യമെങ്കിൽ മാത്രം, അത് അത്യാവശ്യമെങ്കിൽ മാത്രം ചില കാര്യങ്ങൾ നമുക്ക് പറയാം, ചില കാര്യങ്ങൾ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ അറിയിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ദീനുമായി ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തിരിച്ചു കൊടുക്കാം.
പറഞ്ഞിട്ട് പിന്നെയും അയാൾ അങ്ങനെ തന്നെയാണോ എങ്കിൽ അയാൾക്ക് അയാളുടെ വഴി. അതല്ലാതെ അയാളുടെ പിന്നാലെ നടന്ന് തർക്കത്തിനോട് തർക്കം വെച്ചുകൊണ്ട് തർക്കിക്കാനായി കൂടിയിരുന്നു കൊണ്ട് അതിനൊന്നും ആവശ്യമില്ല. അതൊക്കെ നമ്മളെ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വബിബൈത്തിൻ ഫീ വസത്തിൽ ജന്ന ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹ. സ്വർഗത്തിന്റെ നടുവിൽ ഒരാൾക്ക് വീടുണ്ട്. കളവ് ഉപേക്ഷിക്കാം, കളവ് പറയൽ ഉപേക്ഷിക്കാം. വഇൻ കാന മാസിഹ, അവനൊരു മസയായി ഒരു തമാശയായിട്ട് പറയുകയാണെങ്കിൽ പോലും, തമാശക്കാണെങ്കിൽ പോലും കളവ് പറയാൻ പറ്റൂല. പക്ഷേ പ്രിയപ്പെട്ടവരെ, എത്ര ആളുകൾക്ക് നമുക്ക് ആ സ്വർഗത്തിന്റെ നടുവിൽ ആ ഒരു വീട് ലഭിക്കുമെന്നുള്ളത് നമ്മളൊന്ന് സ്വയം പരിശോധിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായും ആ ഭാഗ്യവാന്മാരെ കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിന്റെ നടുവിൽ വീടുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ അവർ കളവുകൾ ഉപേക്ഷിച്ച ആളുകളാണ്. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് കളവ് പറയൽ ഒരു പ്രശ്നമേ അല്ല. അതിനുവേണ്ടി പ്രത്യേകം ദിവസങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ എല്ലാം ചെയ്തിട്ട് പിന്നെ അതൊരു പ്രാങ്കാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അതൊരു ട്രോളാണെന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകൾ, പ്രാങ്കാണെന്ന് പറഞ്ഞുകൊണ്ട് കളവ് നടത്തുന്ന ആളുകൾ, എന്തും പറയാം, ആർക്കും എന്തും പറയാം. കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു ലൈവ് കൊണ്ട് വന്നാൽ മതി. വിശ്വാസി അങ്ങനെയല്ല. വിശ്വാസി അങ്ങനെയല്ല. വിശ്വാസിയുടെ നാവ് അവൻ ശ്രദ്ധിക്കും. എന്ത് കാര്യം വിളിച്ചു പറയാനുള്ളതല്ല വിശ്വാസിന്റെ നാവ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞ മൂന്നാമത്തെ കാര്യം, വബിബൈത്തിൻ ഫീ അഅലൽ ജന്ന ലിമൻ ഹസ്സന ഖുൽഖഹു. സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ ഭാഗത്ത് ഒരാൾക്ക് വീടുണ്ട്. ഏറ്റവും ഉന്നതമായ ഭാഗത്ത് വീട് ലഭിക്കുന്ന ആളുകൾ അവന്റെ സ്വഭാവം നന്നാക്കുന്നവരായിരിക്കും, സൽ സ്വഭാവികളായിരിക്കും. സ്വഭാവം നന്നാക്കുക. ഈ സൽ സ്വഭാവത്തിന്റെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു. നാളെ പരലോകത്ത് തുലാസുണ്ട്, മീസാൻ, നന്മയും തിന്മയും തൂക്കുന്നത്. ആ നന്മയുടെ തട്ടിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നത് സൽ സ്വഭാവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ഒരാൾക്ക് പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തു പറഞ്ഞാലും അതിനെ വിമർശിക്കാനായി നിന്നവരുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ചോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തെക്കുറിച്ചോ ഒന്നും പറയാനില്ല. കാരണം കാന ഖുലുഖുഹു അൽ ഖുർആൻ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാം. ആരാണ് ആയിഷ റളിയല്ലാഹു അൻഹ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറഞ്ഞ ഖുർആനാണ്. അഥവാ ഖുർആനിൽ എന്തെല്ലാം നന്മ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ട്. ഖുർആനിൽ എന്തെല്ലാം ഹറാമ് പറഞ്ഞിട്ടുണ്ടോ അതൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലില്ല. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നമ്മുടെ ഭാര്യ നമ്മളെ കുറിച്ച് പറയൂ. സഹോദരിമാരോട് ചോദിക്കട്ടെ, നമ്മുടെ ഭർത്താവ് പറയുമോ അവൾ ഏറ്റവും നല്ല ഒരു വ്യക്തിയാണെന്ന്, നല്ല സ്വഭാവത്തിന്റെ ഉടമയാണെന്ന്? നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പോരായ്മകൾ ഒരു പക്ഷേ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഏതാണോ നമുക്കുള്ള പോരായ്മയായിട്ടുള്ള ദുസ്വഭാവത്തിന്റെ അടയാളങ്ങളുള്ളത് അതൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ മാറ്റണം. നമ്മൾ സ്വർഗം ആഗ്രഹിക്കുന്നവരാണല്ലോ, ആ സ്വർഗത്തിൽ വീട് ലഭിക്കണമെന്ന് താല്പര്യപ്പെടുന്നവരാണല്ലോ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മുന്നോട്ട് പോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹനിധരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്നുപോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സ്വർഗത്തിലൊരു വീട് ലഭിക്കാനുള്ള 8 പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ ഒരൊറ്റ ഹദീസിൽ തന്നെ 4 കാര്യങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ 4 കാര്യം ആര് നിർവഹിക്കുന്നുണ്ടോ അവർക്ക് സ്വർഗത്തിലൊരു വീടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇന്ന ഫിൽ ജന്നതി ഖുറഫ, സ്വർഗത്തിൽ ചില മുറികളുണ്ട്. ളുഹൂറുഹാ മിൻ ബുതൂനിഹാ വബുതൂനുഹാ മിൻ ളുഹൂരിഹാ,
അതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറം കാണാൻ പറ്റും, പുറത്തുനിന്ന് നോക്കിയാൽ ഉള്ളു കാണാൻ പറ്റും. അഥവാ ഗ്ലാസ് പോലുള്ള സൗകര്യങ്ങളുള്ള ഒരു വീട്. അങ്ങനെ ഏവരും നോക്കുന്ന രൂപത്തിൽ, ഏവരും ആകർഷണീയതയോടുകൂടി കാണുന്ന ചില വീടുകളുണ്ട്. ആ വീടുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് എന്ന് പറഞ്ഞതും ഫഖാമ അഅറാബി, ഒരു അഅറാബിയായ ഗ്രാമീണനായ അറബി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ അത് ആർക്കുള്ളതാ? അങ്ങനത്തെ ആ ഒരു സ്വർഗത്തിലെ വീടുകൾ അത് ലഭിക്കുന്ന ഭാഗ്യവാന്മാരാരാണ്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഒന്നാമത്തെ കാര്യം ലിമൻ അതാബൽ കലാം, നല്ലത് സംസാരിക്കുന്ന ആളുകൾ, സംസാരം നന്നാക്കുക, മോശമായ വാക്കുകൾ പറയാതിരിക്കുക, ചീത്ത വാക്കുകൾ. ഒരു പക്ഷേ ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ നാവുകളിൽ പോലും ഏറ്റവും വൃത്തിഹീനമായ വാക്കുകൾ. ഒരിക്കലും ഈ മിമ്പറിന്റെ പവിത്രത ഉള്ളത് കൊണ്ട് തന്നെ ആ വാക്ക് പോലും നമുക്ക് ഉച്ചരിക്കാൻ കഴിയൂല. അങ്ങനെ പറയരുത് എന്ന് പറയാൻ പോലും പറ്റൂല. അത്രയും മോശമായ വാക്കുകൾ. മക്കളെ വിളിക്കുന്ന രക്ഷിതാക്കളുണ്ട്. പരസ്പരം കൂട്ടുകാരന്മാര് വിളിക്കുമ്പോ തന്നെ ഹലോ എന്ന് പറഞ്ഞാൽ പിന്നെ വീണ്ടും അടുത്ത വാക്ക്, മ്ലേച്ഛതയുള്ള പ്രയോഗങ്ങൾ. അങ്ങനെയല്ല വിശ്വാസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, നാവ് കാരണത്താലാണ് ആളുകൾ ഏറ്റവും കൂടുതൽ നരകത്തിൽ കിടക്കുക. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതുമായ ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് അതിന്റെ അവസാനം ഒരു വാക്ക് പറയുന്നുണ്ട്, അലാ ഉഖ്ബിറുക ബിമിലാഖി ദാലിക കുല്ലി, ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും ഒരു ആകത്തുക ഞാൻ പറഞ്ഞു തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്, നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഹജ്ജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു ആകത്തുക ഞാൻ പറഞ്ഞു തരാം. ആ സമയത്ത് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ അറിയിച്ചെന്നാലും. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്റെ നാവ് പിടിച്ചിട്ട് പറയാണ്, കുഫ്ഫ അലൈക ഹാദാ, ഇതിനെ സൂക്ഷിച്ചോ, ഈ ഒരു നാവിനെ നീ സൂക്ഷിച്ചോ. ഇത് കേട്ടതും മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ നബിയല്ലാഹ് വ ഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലം ബിഹി, ഞങ്ങൾ സംസാരിച്ചതിന്റെ പേരിൽ, ഞങ്ങൾ വാക്കുകൾ പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ നരകത്തിൽ കിടക്കുമോ? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാചകമുണ്ട്, അതല്ലാതെ പിന്നെ എന്തിനാ നരകം കിട്ടണത്? മുഖത്തിങ്ങനെ മുഖം കൊണ്ടിങ്ങനെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആരാണത് എന്നറിയോ? നാവ് നിയന്ത്രിക്കാത്ത ആൾക്കാർ, സംസാരം നിയന്ത്രിക്കാത്ത ആൾക്കാർ, തോന്നിവാസങ്ങൾ പറയുന്ന ആളുകൾ, മ്ലേച്ഛ വർത്തമാനങ്ങൾ സംസാരിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളുടെ കാര്യം പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. നമ്മുടെ നാവ് എല്ലാം പറയാനുള്ളതല്ല, നിയന്ത്രണം വേണം. ഒരു വാപ്പ എന്ന നിലക്ക് മക്കളോട് എന്തും പറയാ എന്നല്ല, മക്കൾ എന്ന നിലക്ക് സുഹൃത്തുക്കളോട് എന്തും പറയാമെന്നല്ല, അയൽവാസിയോട് എന്തും വിളിച്ചു പറയാമെന്നല്ല. ഒരാള് തന്റെ റോങ് സൈഡ് ഒന്ന് വരുമ്പോഴേക്ക്, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഒന്ന് ഒരുതുമ്പോഴേക്ക് എന്ത് വൃത്തികേടും വിളിച്ചു പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ശ്രദ്ധിക്കണം ഒരു വിശ്വാസി എന്ന നിലക്ക്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് ഭക്ഷണം കൊടുക്കുക. ഇസ്ലാമിൽ വലിയ പുണ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ട അല്ലാഹുവിന്റെ റസൂലേ, ഇസ്ലാമിലെ ഏറ്റവും നല്ല കാര്യം ഏതാണ്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തുത്ഇമു തആം വതഖറഉ സലാമ അലാ മൻ അറഫ്ത വമൻ ലം യഅരിഫ്, നീ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലാണ് ഇസ്ലാമിൽ വലിയ പുണ്യം കിട്ടുന്ന കാര്യം. പക്ഷേ പലപ്പോഴും ആളുകൾ അതിനെ നിസ്സാരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയിലേക്ക്, ഏതെങ്കിലും ചില മതങ്ങളിലേക്ക്, മതവിഭാഗങ്ങളിലേക്ക് മാത്രം ചുരുക്കപ്പെടുന്നു. അല്ല, വിശ്വാസികൾ മുന്നിലേക്ക് ഇറങ്ങണം, വിശ്വാസികൾ നിർവഹിക്കണം. മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമതായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു, വഅദാമസ്സിയാം, നോമ്പെടുക്കുക എന്നുള്ളത് കേവലം റമദാനിൽ മാത്രമല്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതല്ലാത്ത ഒരുപാട് സുന്നത്ത് നോമ്പുകളുണ്ട്. എല്ലാ മാസവും നിർവഹിക്കേണ്ട അയ്യാമുൽ ബീദിലെ നോമ്പുകളുണ്ട്. ഇതൊക്കെ നിർവഹിക്കണം, ആഴ്ചയിൽ നിർവഹിക്കേണ്ടത്. നമ്മളെ കൊണ്ട് എങ്ങനെയാണോ കഴിയുന്നത്, എപ്പോഴാണോ നമുക്ക് സൗകര്യമുള്ളത്, ആ സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നോമ്പെടുക്കാൻ റെഡിയാവണം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാവരും, നാലാമത്തെ കാര്യമാണ്, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഒരാൾ എഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കുക, തഹജ്ജുദ് നമസ്കരിക്കുക. ഈ 4 കാര്യങ്ങൾ. ഒരുപക്ഷെ തഹജ്ജുദിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കൊരു വൈമനസ്യമുണ്ടാവാം. എന്താ കാര്യം എന്നറിയോ? കഴിഞ്ഞ റമദാനിൽ ആ തറാവീഹ് നമസ്കാരത്തിന് വന്നു എന്നതിനപ്പുറത്തേക്ക് അത് കഴിഞ്ഞതാ ഇന്ന് വരെ
രാത്രി നമസ്കാരം, ഇശാ നമസ്കരിച്ചു, അത് പോയി കിടക്കുന്നു. ഒരു പക്ഷേ ഇശാ കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് കൂടി ആ റവാത്തിബ് കൂടി നിർവഹിക്കുന്നുണ്ടാകും. അതല്ലാത്ത തഹജ്ജുദ് നമുക്ക് പരിചയമുണ്ടോ? നമ്മൾ നിർവഹിക്കാറുണ്ടോ? കുറ്റപ്പെടുത്തലല്ല, ഇതൊക്കെ നിർവഹിച്ച് നമ്മുടെ മുൻഗാമികൾ കയറിയ സ്വർഗത്തിലേക്കാണ് നമ്മളും കയറാനുള്ളത്. ജീവിതത്തിൽ ഇന്നുവരെ റമദാനല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് രാത്രി നമസ്കാരം പരിചയമില്ലെങ്കിൽ നമുക്ക് പരിചയപ്പെടണം. തഹജ്ജുദ് നമസ്കരിക്കണം. തഹജ്ജുദ് എഴുന്നേറ്റുകൊണ്ടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനം നേടിത്തരുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനത് വെറുതെ പറയല്ല. നമ്മുടെ ജീവിതം അസ്വസ്ഥമാണോ? അസമാധാനവും പ്രയാസവും ഒക്കെയായി കടങ്ങൾ കൊണ്ട് വലയുന്നൊരവസ്ഥയാണ്. എന്നാൽ രാത്രി ഒരു മണിക്കൂർ 2 മണിക്കൂർ അലാറം വെച്ച് എഴുന്നേറ്റിട്ട് ഒരു 4 റക്അത്ത് 5 റക്അത്ത് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ, എന്നിട്ട് റബ്ബിനോട് നല്ലോണം ഒന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ തീർച്ചയായും റബ്ബ് അതിന് മറുപടി തരും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും. പക്ഷേ അതിന് നമ്മൾ റെഡിയാവണം. നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട് താല്പര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ നമ്മൾ റെഡിയാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകൾ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും സ്വർഗ്ഗത്തിലെ വീട് ലഭിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഇത് മുഴുവനായോ അല്ലെങ്കിൽ കഴിവിന്റെ പരമാവധിയോ എല്ലാ പ്രവർത്തനങ്ങളും സജീവമാകാനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്. നമ്മുടെ നാട്ടിലും ഇതര നാടുകളിലുമൊക്കെയായി ഒരുപാട് പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഫലസ്തീനികൾ. നമ്മൾ ഒരുപാട് തവണ ഒരു ഖുതുബയിൽ തന്നെ വിശദമായി കൊണ്ട് പറഞ്ഞതാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും അവരെ ഉൾപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കിക്കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ബുദ്ധിമുട്ടുകൾ അല്ലാഹു മാറ്റിത്തരുമാറാവട്ടെ. കടം കൊണ്ട് വലയുന്നവരുടെ കടം അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും സമാധാനമുള്ള ജീവിതം ഈ ലോകത്തും പരലോകത്തും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിൽ ഹജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.